ഇന്ന് വേൾഡ് അൽഷൈമേഴ്സ് ഡേ. നമ്മുടെ ഓർമ്മശക്തിയെയും ചിന്താശക്തിയെയും പ്രവർത്തന രീതികളെയും വല്ലാതെ ബാധിക്കുന്ന ഒരു രോഗമാണ് അൽഷൈമേഴ്സ്. അടുത്ത 20 വർഷം അൽഷൈമേഴ്സ് എന്ന് പറയുന്ന രോഗം 2 ഇരട്ടിയാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ രോഗത്തിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ്. അല്ലെങ്കിൽ ഉറക്കം നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്നതാണ് ഇതിന്റെ ഒരു മെയിൻ റീസൺ. പക്ഷെ അതേസമയം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് ഡീടോക്സിഫിക്കേഷൻ പ്രോസസ് നമ്മുടെ ഉള്ളിലും ബ്രെയിനിലും നടക്കുന്നുണ്ട്. അൽഷൈമേഴ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടീനാണ് ബീറ്റ അമലോയിഡ്. ബീറ്റ അമലോയിഡിന്റെ അളവ് നമ്മുടെ ബ്രെയിനിൽ കൂടുമ്പോഴാണ് അൽഷൈമേഴ്സ് പോലുള്ള ഒരു അസുഖത്തിനുള്ള സാധ്യതകൾ ഏറുന്നത്. അതേസമയം നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റ അമലോയിഡിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ സമയം ടൈം ചെലവഴിക്കുന്നത് ഡിജിറ്റൽ സ്ക്രീനുകളിൽ കൂടെയാണ്. സ്പെഷ്യലി രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും വീഡിയോ കാണും, റീൽസ് കാണും, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് ചിലപ്പോൾ നമ്മൾ കാണാമെന്ന് വിചാരിക്കും. ആ രാത്രി മുഴുവൻ നമ്മൾ ചിലപ്പോൾ കുറേ നേരം ഇത് നോക്കിയിരിക്കും. സോ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യുകയാണ്, ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ്. ഓർമ്മക്കുറവ്, ഇൻഫർമേഷൻ ഓർത്തെടുക്കാൻ പറ്റാതെ ഇരിക്കുക, ഈ വക കാര്യങ്ങളാണ് നമ്മളുടെ ഈ പറയുന്ന അൽഷൈമേഴ്സ് എന്ന് പറയുന്ന രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീയിങ്ങിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ബ്രെയിനിനും കൂടി വേണ്ടിയുള്ളതാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. സ്ലീപ്പ് ഇസ് എ സൂപ്പർ പവർ, യൂസ് ഇറ്റ് വൈസ്ലി.